ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബൊഗെയിൻവില്ലയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബൊഗെയിൻവില്ല ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു ചെടിയാണ്, ഒരു വള്ളിച്ചെടിയാണ്. കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നത്, നിങ്ങൾ കാണുന്ന ഈ ഒരു കളേഴ്സ്, ഈ ഒരു പിങ്ക് കളേഴ്സിൽ കാണുന്ന ഈ ഒരു അമേസിങ് ഒരു ലുക്കുണ്ടല്ലോ, അതല്ല ഇതിൻ്റെ ഫ്ലവർ. ഇതിൻ്റെ ഫ്ലവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിങ്ങനെ ഒരു വലിയൊരു ആർച്ച് പോലെ നിർത്തിയേക്കുവാണ് കേട്ടോ. അങ്ങനെ നിർത്തുമ്പോഴാണ് ടോപ്പിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. കാണാൻ നല്ല രസമായിരിക്കും. നമ്മൾ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്നൊരു ചെടിയാണല്ലേ ഇത്. കാണാൻ എന്ത് രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി. നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു കുളിർമ ചെയ്യുന്ന കാഴ്ചയാണ് ഈ ഒരു ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ലയുടെ ഫ്ലവറാണ് നമ്മളിപ്പോൾ കാണുന്ന ചെറിയ മഞ്ഞ കളറിലൊക്കെ ഉണ്ടോ, അതാണ് ഇതിൻ്റെ ഫ്ലവർ. ആ കുഞ്ഞിതാണ് അതിൻ്റെ ഫ്ലവർ. ബാക്കിയുള്ളത് ഇലയുടെ മോഡിഫിക്കേഷൻസാണ്, അതായത് ലീഫ് മോഡിഫിക്കേഷൻസാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ബൊഗെയിൻവില്ല എന്ന് പറയുന്ന ചെടി നമ്മൾ കടലാസ് ചെടി എന്ന് പറയും. ഇതിൻ്റെ അമേരിക്കയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്വദേശം എന്ന് പറയുന്നത്. ഈ പൂവിന് ഈ ബൊഗെയിൻവില്ല എന്ന് പേര് വന്നത് ഇത് യൂറോപ്പിലെ ഒരു പുള്ളി കണ്ടെത്തിയത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലൂയിസ് ആൻ്റണി ഡി ബൊഗെയിൻവിൽ. അദ്ദേഹമാണ് ഈ ചെടിക്ക് ബൊഗെയിൻവില്ല എന്നുള്ള പേര് വരാൻ കാരണമായത്. ഞാൻ ശരിക്കും അതിരാവിലെ എണീറ്റ് ഈ ബൊഗെയിൻവില്ലയുടെ ഈ സ്റ്റെം എല്ലാം പറിച്ചിട്ട്, എനിക്ക് ആക്ച്വലി ഇതിൻ്റെ പുതിയ സീഡ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പറിച്ചത്. പക്ഷെ തിരക്കായിപ്പോയി, എനിക്ക് സമയമൊന്നും കിട്ടിയില്ല. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഇവിടെ. മഴയെന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലത്ത് ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പം ഞാൻ ഓർത്തു, എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്തായാലും ഇത് വാടിപ്പോവും, അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് നല്ല കട്ടി കൂടിയ ഇതിൻ്റെ സ്റ്റെം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആ ഒരു ത്രോൺസിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ഇലകളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒടിച്ചൊടിച്ച് കളയണം. വാടി നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് തണ്ടും അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് സെപ്പറേറ്റ് ചെറിയ ചെറിയ സ്റ്റെമ്മാക്കി മാറ്റി വെക്കണം കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു പുറത്ത്, അതുകൊണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച ഈ ഓരോ സ്റ്റെമ്മ് നമ്മൾ ഒരു നമുക്കിവിടെ ഇപ്പോൾ ബാൽക്കണി ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റഡാണ് മണ്ണും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവന്നാൽ, അപ്പോൾ ഒരു ചെറിയ പാത്രത്തിലോട്ട് നമ്മൾ മണ്ണ് നിറച്ചിട്ട്, ഏതെങ്കിലും മണ്ണ് ഏതായാലും കുഴപ്പമില്ല, എന്ത് ടൈപ്പാണേലും മണ്ണെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സ്റ്റെമ്മെല്ലാം കൂടെ ഒന്ന് കുത്തി നേരെ കുത്തി നിർത്തണം. താഴെ ഭാഗം നമ്മൾ കട്ട് ചെയ്തൊന്ന് കൊടുക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തായിരുന്നു, ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ അത് കട്ട് ചെയ്തെല്ലാം ഒന്ന് 4 സൈഡിലായിട്ട് കുത്തി ഒന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടി നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കണം കേട്ടോ, വാടിപ്പോകാതിരിക്കും. അപ്പം മഴ ഉണ്ടെങ്കിലും ചിലപ്പോൾ വേനൽ പെട്ടെന്ന് കൂടും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നല്ലൊരു പ്ലാസ്റ്റിക് കവർ, നമ്മുടെ ഈ പുറത്തുനിന്ന് നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കവറുകൾ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് പുതിയ പ്ലാന്റ് മുളച്ച് വരുമ്പോൾ കാണാം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.